2017 പ്രഭാസിന്റെ ബാഹുബലി 2 പുറത്തിറങ്ങുന്നത്. കേരളം ഒഴികെയുള്ള മറ്റ് സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രികളിൽ ചിത്രം ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചു. വൻ വാണിജ്യമൂല്യമുള്ള താരങ്ങൾ അടക്കി വാഴുന്ന തമിഴ്നാട്ടിൽ ഒരു തെലുങ്ക് ചിത്രം ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചത് ഏവരെയും അമ്പരപ്പിച്ചു. പ്രഭാസിന്റെ ഈ റെക്കോർഡ് മറികടക്കാൻ തമിഴ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിച്ചത് വിജയ്, രജനീകാന്ത്, അജിത് എന്നീ പേരുകൾക്കായിരുന്നു. വിജയുടെ ബിഗിൽ, മാസ്റ്റർ, ബീസ്റ്റ്, അജിത്തിന്റെ വിശ്വാസം, രജനീകാന്തിന്റെ 2.0 പേട്ട. 2017 ശേഷം സൂപ്പർ താരങ്ങളുടെ സൂപ്പർ ചിത്രങ്ങൾ പലതും വന്നുപോയി. ഇവ ഓരോന്നും എത്തിയപ്പോൾ ബാഹുബലിയുടെ റെക്കോർഡ് പഴങ്കതിയാകുമെന്ന് പ്രവചനങ്ങൾ വന്നു. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. തമിഴ് ബോക്സ് ഓഫീസിലെ പ്രഭാസിന്റെ വാഴ്ച തുടർന്നു. അങ്ങനെയിരിക്കെയാണ് 2022 ലോകേഷ് കനകരാജിന്റെ വിക്രം എത്തുന്നത്. തങ്ങളുടെ ഇഷ്ടതാരത്തിന്റെ കംബാക്കിന് കാത്തിരുന്ന കമൽഹാസൻ ആരാധകർക്ക് മുൻപിലേക്കാണ് ലോകേഷ് വിക്രത്തിലൂടെ അദ്ദേഹത്തെ റീഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദിവസങ്ങൾക്കകം തമിഴ് സിനിമാ ലോകത്ത് പുതിയ ഇൻഡസ്ട്രി ഹിറ്റ് പിറന്നു. 5 വർഷമായി പ്രഭാസ് കൈയടക്കി വെച്ച ആ റെക്കോർഡ് ഉലകനായകൻ തന്റെ എപ്പിക് കംബാക്കിലൂടെ തമിഴ് സിനിമയ്ക്ക് തിരിച്ചു നൽകി. ലോകേഷിന്റെ ഫാൻ ബോയ് സിനിമ വിക്രം. 10ാം മിനിറ്റിൽ നായകൻ മരിച്ചെന്ന് വിശ്വസിപ്പിച്ചാണ് ലോകേഷ് തന്റെ സിനിമ തുടങ്ങുന്നത്. പിന്നീട് കഥ ചലിക്കുന്നത് ഫഹദ് ഫാസിലിന്റെ അമർ എന്ന കഥാപാത്രത്തിലൂടെ. ചെന്നൈ നഗരത്തിൽ അരങ്ങേറുന്ന കൊലപാതകങ്ങളുടെ ചുരുളഴിക്കാനെത്തുന്ന സ്പെഷ്യൽ ടീമിന്റെ ഹെഡായാണ് ഫഹദ് ചിത്രത്തിലെത്തുന്നത്. തന്റെ അന്വേഷണം ചെന്നെത്തുന്നത് മയക്കുമരുന്ന് റാക്കറ്റിലേക്കും പിന്നെ കമൽഹാസന്റെ കർണനിലേക്കും. ആദ്യ പകുതിയിൽ ചിത്രത്തെ കൊണ്ടുപോകുന്നത് ഫഹദാണ്. പാസ്റ്റിനെ പറ്റി പറയുന്ന രംഗങ്ങളിലല്ലാതെ പ്രസന്റ് കമൽഹാസനെ പറ്റിയോ അദ്ദേഹത്തിന്റെ വെയറബൌട്ട്സിനെ പറ്റിയോ ലോകേഷ് പ്രേക്ഷകർക്ക് പിടികൊടുത്തില്ല. വലിയ മാസ് സീനുകളോ എലിവേഷനോ ഒന്നുമില്ലാതെ ആദ്യ പകുതി തീരുമെന്ന് കരുതിയിടത്താണ് ചിത്രത്തിന്റെ ഇന്റർവെൽ കടന്നു വരുന്നത്. നെടുനീളം ചെയ്സിനൊടുവിൽ താൻ തേടി നടന്ന മുഖംമൂടിധാരിക്ക് മുൻപിൽ അമർ എത്തുന്നു. നീ മറ്റും ശരിയാന വീരനായിരുന്നാ അന്ത മുഖംമൂടിയെ കളട്ടി മൂഞ്ചയെ കാട്ടെന്ന് ഫഹദ് പറയുന്നിടത്ത് ചിത്രത്തിന്റെ സീൻ അപ്പാടെ മാറുന്നു. നായകൻ വീണ്ടും വരാറെന്ന അനിരുദ്ധിന്റെ മ്യൂസിക്കിൽ അയാൾ തന്റെ മുഖം ലോകത്തിന് മുൻപിൽ തുറന്നു കാട്ടുന്നു. കർണൻ എന്ന പേരിൽ ജീവിച്ച വിക്രം തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുമ്പോൾ തമിഴ് സിനിമ ഇന്നേവരെ കണ്ടിട്ടില്ലാത്തൊരു ദൃശ്യാനുഭവമായി അത് മാറി. വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്റർവൽ ബ്ലോക്ക് ഇൻ തമിഴ് സിനിമ. എന്നടാ ലോക്കി പണി വെച്ചിരിക്കെന്ന് പ്രേക്ഷകരെ കൊണ്ട് അയാൾ പറയിപ്പിച്ചു. അവിടെ നിന്നങ്ങോട്ട് കമൽഹാസൻ അഴിച്ചുവെച്ച നായകവേഷം എടുത്തണിഞ്ഞ് തന്റെ അഴിഞ്ഞാട്ടം തുടങ്ങി. പടം കത്തിക്കയറി. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 400 കോടിക്ക് മുകളിൽ നേടിയാണ് പിന്നീട് വിക്രം അതിന്റെ തേരോട്ടം അവസാനിപ്പിച്ചത്. വൻ ഹൈപ്പിലായിരുന്നു വിക്രത്തിന്റെ വരവ്. കമൽഹാസൻ, വിജയ് സേതുപതി, ഫഹദ് ഫാസിൽ തുടങ്ങിയ വമ്പൻ കാസ്റ്റ്. വിജയോടൊപ്പം മാസ്റ്ററിലൂടെ സൂപ്പർ ഹിറ്റ് അടിച്ചു വരുന്ന ലോകേഷ് എന്ന സംവിധായകൻ, ബ്രാൻഡ് മ്യൂസിക് ഡയറക്ടർ അനിരുദ്ധ്. ഇവയ്ക്കെല്ലാം അപ്പുറം ക്ലൈമാക്സിൽ ലോകേഷ് പ്രേക്ഷകർക്കായി ഒരുക്കി വെച്ച ആ സസ്പെൻസ് ക്യാരക്ടർ റോളക്സ്. റിലീസിന് മുൻപേ തന്നെ സൂര്യ സിനിമയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചതാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ വേഷം എന്ത്? ആ ചോദ്യത്തിനുത്തരം ലഭിച്ചത് സിനിമയുടെ റിലീസിന് ശേഷമാണ്. ജൂൺ 3 സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർ ഒന്നടങ്കം വണ്ടറടിച്ചെന്ന് പറഞ്ഞത് ആ അവസാന 10 മിനിറ്റിലാണ്. ലോകേഷ് പ്രേക്ഷകർക്ക് വെച്ച് നീട്ടിയ പേരായിരുന്നു റോളക്സ്, ഡ്രഗ് കാർട്ടലിന്റെ കിങ് പിൻ. എന്നാൽ ആ കൊടൂര ക്രിമിനൽ സൂര്യയാകുമെന്ന് ചിന്തിക്കാനുള്ള സമയം സിനിമ കണ്ടിരിക്കവേ ലോകേഷ് ആർക്കും നൽകിയില്ല. ഒടുവിൽ ക്ലൈമാക്സിന് ശേഷം ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനെന്നോണം അയാൾ ആ അവതാരത്തെ തുറന്നുവിട്ടു. വെള്ളക്കുപ്പായമിട്ട ചെകുത്താന്റെ വേഷത്തിലെത്തിയ സൂര്യ താൻ ഇന്നേവരെ ചെയ്ത മുഴുവൻ സ്റ്റീരിയോ ടൈപ്പുകളെയും പൊളിച്ചടുക്കി. വെള്ള ഷർട്ടിൽ രക്തക്കറയുമായി കത്തിയും കയ്യിൽ കരുതി അയാൾ ചിരിക്കുന്നിടത്ത് ഏവരും ഒന്നടങ്കം ഞെട്ടി. തുടക്കം മുതൽ ഒടുക്കം വരെ പ്രേക്ഷകരുടെ പൾസറിഞ്ഞ ചിത്രമെന്ന് ഏവരും വിക്രത്തെ വാഴ്ത്തി. റിലീസിന്റെ തലേനാൾ പ്രേക്ഷകരോട് ഒരു ആവശ്യം ലോകേഷ് ഉന്നയിച്ചു. പ്ലീസ് ഡു റീവിസിറ്റ് കൈദി ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ വേൾഡ് ഓഫ് വിക്രം. വിക്രം കാണുന്നതിന് മുൻപ് കൈദി റീവാച്ച് ചെയ്യണമെന്ന് ലോകേഷ് ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ തുടക്കമാണോ എന്ന ചോദ്യങ്ങൾ ഉയർന്നു. ഹോളിവുഡ് സിനിമകളിൽ കണ്ടു ശീലിച്ച സിനിമാറ്റിക് യൂണിവേഴ്സ് ഇവിടെ വർക്കാകുമോ എന്ന് പലരും നെറ്റ് ചുളിച്ചു. എന്നാൽ ഇന്ന് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് കേട്ടാൽ പ്രേക്ഷകർ അത്രമേൽ ആവേശത്തിലാണ്. LCUവിന്റെ ഓരോ അപ്ഡേറ്റിനായി കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ. വിക്രത്തിന് ശേഷം ലിയോ ഇറങ്ങിയപ്പോഴും LCUവിന്റെ ഭാഗമാണോ ചിത്രമെന്ന ചോദ്യം ആളുകൾക്കുണ്ടായി. വിജയിയെ യൂണിവേഴ്സിന്റെ ഭാഗമാക്കി രജനിയോടൊപ്പം ലോകേഷ് എത്തുമ്പോഴും ആ ചോദ്യം മാറ്റമില്ലാതെ തുടരുന്നു. ലോകേഷ് കമൽ കൂട്ടുകെട്ടിലെ ആ ഫാന്റാസ്റ്റിക് തിയേറ്റർ എക്സ്പീരിയൻസിന് 3 വർഷം തികയുകയാണ്. അപ്പോഴും വിക്രത്തിന്റെ കഥ ഇനിയും പൂർത്തിയായിട്ടില്ല. വിക്രം, ദില്ലി, റോളക്സ്, ലിയോ തുടങ്ങി ലോകേഷ് സെറ്റ് ചെയ്തു വെച്ച മാസ്റ്റർ പീസ് ക്യാരക്ടറുകളുടെ ഭാവി എന്തെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. വരും വർഷങ്ങളിൽ അവർക്കിടയിലേക്ക് വമ്പൻ ഹൈപ്പിലേക്ക് ലോകേഷ് വീണ്ടും എത്തും, തൻ്റെ ഹിറ്റ് സ്ട്രീക്ക് തുടരാൻ.